ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജോസിൻ്റെ പിക്ചർ സ്മാർട്ട് എന്നൊരു ഫീച്ചറാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീനിലുള്ള ഇപ്പോൾ ഒരു പിക്ചർ നമ്മൾ സ്ക്രീനിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തെ കോണ്ടന്റ് അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ പിക്ചർ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഈ ജോസിൻ്റെ പിക്ചർ സ്മാർട്ട് എന്ന ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ആ പിക്ചറിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നമ്മളൊരു ചില ബ്രൗസറുകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് എന്താ പറയുന്നത്, നമുക്ക് ആക്സസിബിൾ അല്ല. ചില ബ്രൗസർ മീൻസ് വെബ്സൈറ്റാണ് ഉദ്ദേശിച്ചത്. ചില സൈറ്റുകൾ എടുക്കുമ്പോൾ നമുക്കത് ആക്സസിബിൾ അല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇപ്പോൾ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനകത്ത് ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ഈ പിക്ചർ സ്മാർട്ട് ഉപയോഗിച്ച് വായിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പം ആ ഫോട്ടോയ്ക്കകത്ത് ടെക്സ്റ്റ് ഒന്നും ഇല്ല, പിക്ചർ മാത്രമേ ഉള്ളൂ, എന്നാലും നമുക്കത് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കും. ഇത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ടെക്സ്റ്റായിട്ടുള്ള ഫോട്ടോസ്, ടെക്സ്റ്റ് അടങ്ങിയ ഫോട്ടോസ് ഒന്നും എൻ്റെ ഇല്ല. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. പിക്ചർ സ്മാർട്ട് വെച്ച് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ എടുക്കുന്നു. പിക്ചർ സ്മാർട്ട് എങ്ങനെ ഉപയോഗിക്കുന്നത്, അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യുക, വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ദിസ് PC എടുക്കുന്നു, അതിനകത്താണ് പിക്ചർ കിടക്കുന്നത്. Search box edit. Type in text. TI. This printer. This PC. Items view list box read only. 3D desktop document download music pictures shift enter shell folder view picture smart Lightroom picture smart save picture pick Lightroom CC save photo enter items view IMG underline 2019 ഞാൻ ചുമ്മാ ഒരു പിക്ചർ ഓപ്പൺ ചെയ്യുന്നു. enter photos IMG underline 20190411 underline 174924.jpg. ഓക്കെ, പിക്ചർ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇൻസേർട്ട് സ്പേസ് അടിക്കുക. പിക്ചർ സ്മാർട്ട് എടുക്കാൻ വേണ്ടി ഇൻസേർട്ട് സ്പേസ് അടിക്കുക. സ്പേസ്. അപ്പം അവിടെ ഇനി നമ്മൾ ഇൻസേർട്ട് സ്പേസ് അടിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കീബോർഡിനകത്ത് ഇല്ലേ, P ഫോർ PP MNOP ആ P അടിക്കുക. പിക്ചർ സ്മാർട്ട് എന്ന് ജോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി C അടിക്കുക. ക്യാറ്റിൻ്റെ C അടിക്കുക. New notification. Picture smart is in progress. ഇപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗൂഗിൾ ലെൻസ് അതുപോലൊക്കെ തന്നെയാണ്. എൻവിഷൻ ആ സംഭവം പോലൊക്കെ തന്നെയാണ്. Heading level 2 caption is a screenshot of a person. Heading level 5 full number of faces in this photo is 1. Heading level 4 this text appears in the photo. Photos IMG 20190411174924.jpg. See all photos, add to edit and create share right bracket comma. Virus and threat protection Windows Defender summary. Windows Defender antivirus successfully took action on one threat since your last summary. Heading level 4 this object appears in the photo. Person. Heading level 3 these tags describe the photo. Person. Product. Heading level 3 these tags probably describe the photo. Clothing. Photography. Technology. Website. Heading level 3 these tags possibly describe the photo. Electronic device, goggles, helmet, human face, media, photo caption, screenshot, selfie, T-shirt, vehicle. Escape. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. കാരണം എൻ്റെ ഒരു ഫോട്ടോ തന്നെയാണ്, ഞാനൊരു ബൈക്കായിരിക്കുന്ന ഫോട്ടോ ആണ്. അപ്പോൾ ബൈക്കിനെയാണ് ഇവർ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ മറ്റേ വിൻഡോസ് ഡിഫൻഡറിൻ്റെ വായിച്ചത് താഴെ നോട്ടിഫിക്കേഷൻ വന്നതാണ്. അത് ഈ പിക്ചറിനകത്ത് ഉൾപ്പെടുന്നതല്ല. അപ്പം നമുക്കിനി IMG underline Alt F4 Alt F4 desktop. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ചുമ്മാ ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ പിക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡെസ്ക്ടോപ്പ് ഓവർവ്യൂ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻസേർട്ട് സ്പേസ് അടിക്കുന്നു. സ്പേസ് അടിച്ചു. ഇനി P അടിക്കുക. പിക്ചർ സ്മാർട്ട്. ഇനി C അടിക്കുക. പിക്ചർ സ്മാർട്ട് is in progress. പിന്നെ ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റും. Heading level 2 caption is a group of people sitting at a beach. Heading level 4 this text appears in the photo. Recycle Benob Studio Make Video Grand Theft My Screen Google YouTube Chrome Microsoft VLC Media Player Windows 10 Home Insider Preview Single Language Evaluation Copy Build 18894.rs underline pre-release .190,503-1728 1029 at %. I right brace lead right parenting type here to search 22-05-2019. Heading level 3 these tags describe the photo. Beach, cloud, natural landscape, nature, reflection, rock, sea, sky, water. Heading level 3 these tags probably describe the photo. Coast, horizon, landscape, mountain, ocean, outdoor. Heading level 3 this tag possibly describes the photo. Lake.
Escape. ഈ സംഭവം ഞാൻ ഇന്റർനെറ്റിനകത്ത് സോറി, അതായത് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ അതുപോലുള്ള ഇതെടുത്തിട്ട് അതിനകത്ത് ഞാൻ സൈറ്റ് എടുത്ത് കാണിക്കുന്നില്ല, കാരണം എനിക്ക് പ്രത്യേക സൈറ്റ് ഇപ്പോൾ എടുക്കാൻ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇന്റർനെറ്റിലും എല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു അടിപൊളി ഫീച്ചറാണ്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. കാരണം ഇപ്പം നിങ്ങൾക്ക് വേറെ ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത, അതായത് ജോസ് ആക്സസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇതുപോലെ ഇൻസേർട്ട് സ്പേസ് അടിക്കുക, പി അടിക്കുക, സി അടിക്കുക. അതിൻ്റെ റിസൾട്ട് 5 മിനിറ്റ്, 5 സെക്കൻഡ്, 6 സെക്കൻഡിനുള്ളിൽ റിസൾട്ടും വരും. നല്ലൊരു ഫീച്ചറാണ്, എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. പുതിയൊരു വീഡിയോ കാണുമ്പോൾ ശുഭദിനം നേരുന്നു. ബൈ ബൈ. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ താഴെ കമൻറ്റ് ചെയ്യുക, നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുമ്പോൾ നന്ദി, നമസ്കാരം. Recording ... To move to an item, press the arrow keys. Menu bar. Menu. Record unavailable. Stop recording. Record unavailable. Stop recording. Enter.